വല്ലപ്പോഴും പർവ്വതം നീങ്ങുന്നത് കണ്ടോ മുഅ്മിനേ? എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ പർവ്വതം ഇങ്ങനെ പോണത്? കണ്ടുകണോ? ഇല്ല. പർവ്വതത്തിന്റെ മീത്ത തൊട്ടിട്ട് നമ്മളിങ്ങനെ കോട കണ്ടിട്ടുണ്ടല്ലേ? കോട കണ്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് നിങ്ങള് ഈ നാട്ടില് തണുപ്പുള്ള ഏരിയകളിലൊക്കെ പ്രത്യേകിച്ച് നല്ലോണം കാണാൻ നമുക്ക് മേഘം നീങ്ങുന്നത് കാണാൻ കഴിയും. പക്ഷേ പർവ്വതം നീങ്ങുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. അല്ലാഹു പറയാണ് വതറൽ ജിബാൽ തഹ്സബുഹാ ജാമിദ, നീ ധരിക്കുന്നത് അവിടെ ഉറച്ചു നിൽക്കാണ് എന്നല്ലേ? നിന്റെ ധാരണയിൽ പർവ്വതം ഇളകാതെ അവിടെ നിൽക്കുകയാണ് എന്നല്ലേ? എന്നാൽ അല്ല അല്ല, വഹിയ തമുറു മർറ സഹാബ്, അതേ മേഘങ്ങൾ സഞ്ചരിക്കും പോലെ, മേഘങ്ങൾ സഞ്ചരിക്കും പോലെ പർവ്വതങ്ങൾ സഞ്ചരിക്കുന്നുണ്ടേ. ആരുടെ പ്രവർത്തനമാണ്? സുന്നല്ലാഹ്, ഇത് റബ്ബിന്റെ പ്രവൃത്തിയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സൂര്യനും ചന്ദ്രനും എല്ലാം റബ്ബിന്റെ സുനാണ്. ഈ ഭൂമിയടുത്തുനിന്ന് വലത്തോട്ട് തിരിയുന്ന ഓർഡർ, ഇത് തെറ്റുമ്പോൾ ഖിയാമത്ത് നാളിന്റെ അടുക്കലാണ്. വലത്തുനിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ അത് ഈ അന്ത്യനാളിന്റെ അടയാളമാണ്. അങ്ങനെ ഒരു നാള് വരാനുണ്ട്. ഇത് ഇടത്തുനിന്ന് വലത്തോട്ടാണ് തിരിയുന്നതെങ്കിൽ വലത്തുനിന്ന് ഇടത്തോട്ട് തിരിയുന്ന ഒരു ദിവസമുണ്ട്. അപ്പോഴാണ് പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിക്കല്. അപ്പോഴാണ് പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിക്കല്. അത് അര ദിവസം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അപ്പോഴേക്ക് എല്ലാവരിലേക്കും വാർത്തയെത്തിപ്പോയി. എല്ലാ സമയത്തും എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ലല്ലോ സൂര്യൻ ഉദിക്കുന്നത്. ഇപ്പോൾ നമുക്ക് രാത്രിയായെങ്കില് അമേരിക്കയിൽ ഇപ്പോൾ നേരം വെളുത്തിട്ടുണ്ടല്ലോ. അവർക്ക് നമ്മൾക്ക് ആ രാത്രിയുടെ ദൈർഘ്യം എത്രയാണോ അതേപടി പകല് ദൈർഘ്യം എത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഉദയവും ആ നാട്ടിലെ ഉദയവും ഒരുപോലെയല്ല. അന്നുണ്ടല്ലോ സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്ന അന്ന് എല്ലാവരും ഹൈലൈറ്റ് ചെയ്യും, വാർത്ത വരും, മീഡിയകളിൽ കാണാം. അത് പടിഞ്ഞാറിൽ നിന്ന് ഉദിച്ചു എന്ന് എല്ലായിടത്തും വാർത്തകളെത്തും. അത്ഭുതത്തോടുകൂടെ ഫോട്ടോകൾ വരും, എല്ലാം നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അത് അര ദിവസം മാത്രമേ അങ്ങനെ നിൽക്കൂ. വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തുമെന്നും ഹബീബുനാ റസൂലുള്ളാഹ്, ഹബീബുനാ റസൂലുള്ളാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് ഫി ഹുബ്ബി സയ്യിദിനാ മുഹമ്മദ് നൂറുൽ ബദരിൽ ഹുദാ മുതമ്മം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം ഖൽബി യഹിന്നു ഇലാ മുഹമ്മദ് നൂറുൽ ബദരിൽ ഹുദാ മുതമ്മം അല്ലാഹുമ്മ അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. മുത്തുനബി പറഞ്ഞു തന്നു എല്ലാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നു എല്ലാം. മുഅ്മിനീങ്ങളെ, അപ്പോൾ ഇൻശിഖാഖുൽ ഖമർ, ചന്ദ്രൻ ഇവിടെ പിളർന്നു എന്നുള്ളത് ഈ ലോകത്തിന്റെ അവസാനമായി എന്നുള്ളതിന്റെ അടയാളമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണി പറയുന്നു, അതേ മുത്തുനബി ലോകത്തുനിന്ന് പിരിഞ്ഞുപോയി. അല്ലാഹുവിന്റെ ഹബീബ് ഇവിടെ ജീവിച്ചില്ല എക്കാലത്തും. അങ്ങനെ ഒരാൾ ഇവിടെ എന്നും നിലനിൽക്കുമായിരുന്നുവെങ്കിൽ ലോകത്തിന്റെ നേതാവ് ഹബീബുനാ റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിലനിൽക്കണമായിരുന്നു. മുത്തുനബി തെരഞ്ഞെടുത്തല്ലോ വഫാത്തുൻ നബിയെ. അത് ഈ അന്ത്യനാളിന്റെ ചെറിയ അടയാളത്തിൽ പെട്ടതാണ്. അതുപോലെ തന്നെ കസറത്തു ദുഹൂരിൽ ഫിത്ന വർദ്ധിക്കുക എന്നുള്ളത്, ധാരാളം ഫിത്ന വർദ്ധിക്കുക എന്നുള്ളത് ചെറിയ അടയാളമാണ്. കാണുന്നില്ലേ നമ്മള്? എവിടെ നോക്കിയാലും ഫിത്നയാണ്, ഫസാദാണ്, പരദൂഷണമാണ്, ഏഷണിയാണ്. സ്വന്തം കൂടപ്പിറപ്പ് പോലും പറ്റിക്കുകയാണ്, വഞ്ചിക്കുകയാണ്, കളവാണ്, സത്യസന്ധത നഷ്ടപ്പെടുകയാണ്. ആരെയും വഞ്ചിക്കാമെന്നുള്ള ഒരു പോളിസിയിലാണ്. ഫിത്നയാണ് ഖത്ലിനേക്കാൾ അശദ്. അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ. മറ്റുള്ളവരുടെ ഇടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ, ചേരിതിരിവുണ്ടാക്കാൻ, ഫിത്ന മെനഞ്ഞുണ്ടാക്കല്. ഓ എന്റെ പെങ്ങളെ, മറ്റുള്ളവനെ കൊല ചെയ്യുന്നതിനേക്കാൾ അധികമാണ് ശക്തിയുള്ളതാണ് ഈ ഒരാളെ കത്തിയെടുത്തിട്ട് കുത്തിയിട്ട് കൊല ചെയ്യുകയാണ്. അത് വലിയ പാപമാണ്. അതിനേക്കാൾ കാഠിന്യമുള്ള തെറ്റാണ് ഫിത്ന. മകന്റെയും ഉമ്മയുടെയും ഇടയിൽ തെറ്റിക്കാൻ, ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ തെറ്റിക്കാൻ തങ്ങളെ പണിയെടുക്കാറുണ്ടോ? ഫിത്നയാണ്, ഫിത്നയാണ്. കുടുംബത്തിന്റെ ഭദ്രം നഷ്ടപ്പെടുത്താൻ, കുടുംബത്തിന്റെ ആ കെട്ടുറപ്പ് നഷ്ടപ്പെടുത്താൻ ഉള്ളിലൂടെ ചുകഞ്ഞ്, ഉള്ളിലൂടെ പുകഞ്ഞ്, അവിടെ വർത്തമാനം പറഞ്ഞ്, അവിടെ അവരുടെ ആളായി സംസാരിച്ച്, ഇപ്പുറത്ത് ഇവന്റെ ആളായി സംസാരിച്ച്, പരസ്പരം ഗീബത്ത് നമീമത്ത് പറഞ്ഞ്, അതേ മറ്റുള്ളവർക്ക് തമ്മിൽ നിങ്ങൾ ചേരിതിരിവുണ്ടാക്കുന്നു. ഫിത്നയാണ്. ആ ഫിത്ന കൊലയേക്കാൾ കാഠിന്യമുള്ളതാണ്. ബാപ്പയുടെയും ഉമ്മയുടെ ഇടയിലും തെറ്റിക്കല്ലേ, ജ്യേഷ്ഠാനുജന്മാർക്കിടയിൽ പിണക്കല്ലേ, വീട്ടിൽ കയറി വന്ന മരുമകളോട് ഭർത്താവിന്റെയും ഉമ്മയുടെയും ഇടയിൽ വെള്ളലുണ്ടാക്കല്ലേ മോളെ, കുടുംബത്തിൽ കയറി വന്നിട്ട് കലഹങ്ങൾ ഉണ്ടാക്കല്ലേ. ഫിത്നയാ ഉമ്മ. നിങ്ങളെ പൊന്നുമോൻ ഇന്നേ വരെ നിങ്ങളെ സ്നേഹിച്ചതാ, ഇനിയും നിങ്ങളെ സ്നേഹിക്കാനുള്ളതാ. പക്ഷേ ജീവിതത്തിലേക്ക് ഒരു പെണ്ണൊരുത്തി വന്നപ്പോ, ഒരു പെണ്ണിനെ സ്വീകരിച്ചപ്പോ, ആ ചെറുപ്പക്കാരന്റെ കൽബ് പെണ്ണിനും കൊടുത്തു സ്നേഹം എന്ന് കരുതിയിട്ട് എന്റെ മകൻക്ക് എന്നോട് ഇഷ്ടമില്ല എന്ന് കരുതല്ലേ, തെറ്റിദ്ധരിക്കല്ലേ പൊന്നുമ്മ. എന്റെ ഉമ്മ നല്ല ഉമ്മയാണെന്ന് 100 നാക്കോടെ കല്യാണത്തിന്റെ മുമ്പ് പറഞ്ഞ ചെറുപ്പക്കാരൻ കല്യാണം കഴിഞ്ഞൊരു മാസമായപ്പോഴേക്ക് എന്റെ ഉമ്മയെക്കാൾ വൃത്തികെട്ട ഉമ്മയില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പോകുന്നു. എന്റെ ഉമ്മക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടൂടാ എന്നാണ്. എന്റെ ഭാര്യയുമായി ഞാനൊന്ന് യാത്ര പോകുന്നത്, ഞാനൊന്ന് ഭക്ഷണം കഴിക്കുന്നത്, അവളോടൊത്തൊന്ന് ഇരിക്കുന്നത്, സംസാരിക്കുന്നത്, ഒരുമിച്ച് പോകുന്നതും ചിന്തിക്കുന്നതും കിടക്കുന്നതും എല്ലാം എന്റെ ഉമ്മക്ക് വെറുപ്പാണ്. ഉസ്താദേ, ഒന്ന് നന്നാകാൻ ദ്വാർക്കണേ. എന്റെ ഉമ്മായെ പറ്റി ഞാൻ 100 നാക്കോടെയാണ് വിവാഹത്തിന്റെ മുമ്പ് എന്റെ ഭാര്യയോട് പറഞ്ഞത്. ഇന്ന് ഞാനത് മാറ്റി പറയേണ്ടി വന്നിരിക്കുകയാണ്. ഓ എന്റെ ഉമ്മ, നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞിട്ടില്ല. ഇല്ല, ഉമ്മയെ ഉമ്മയായി കാണാൻ കൂട്ടുകാരൻ അറിയണം, ഭാര്യയെ ഭാര്യയായി കാണാൻ കഴിയണം. സ്നേഹം കൊടുക്കണം, രണ്ടുപേർക്കും കൊടുക്കേണ്ട അർഹതയിൽ കൊടുക്കാൻ കഴിയണേ. ഇത് സ്നേഹം എന്നതിന്റെ കാരണത്താൽ മകന്റെയും ഭാര്യയുടെയും ഇടയിൽ തെറ്റിക്കാൻ ശ്രമിക്കുന്ന ഉമ്മമാരുണ്ടെന്ന് കേൾക്കുമ്പോ, അവര് ത്വലാഖ് നിർബന്ധമായി ചൊല്ലിപ്പിക്കുന്ന വാപ്പമാരുണ്ടെന്ന് അറിയുമ്പോ എത്ര ദയനീയമാ, എത്ര കഷ്ടമാ, എന്തൊരു ബുദ്ധിമുട്ടാ. അല്ലാഹുവിന്റെ ഹബീബ് എണ്ണി ഫിത്ന വർദ്ധിക്കുന്ന കാലമാ. കസറത്തു ത്വലാഖ്, അവസാന നാളാകുമ്പോ ത്വലാഖ് വർദ്ധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ത്വലാഖ് വർദ്ധിച്ചില്ലേ മുഅ്മിനീങ്ങളെ? തോന്നിയതിനൊക്കെ ത്വലാഖാണ്. കഴിഞ്ഞ ദിവസം ജമാഅത്തിൽ ഒരു ചർച്ച, ഒന്ന് സുൽഹാക്കാൻ കൊണ്ടുവന്നതാണ്. പ്രശ്നം എന്താണ്? ഒന്ന് അന്വേഷിച്ച് നോക്കുമ്പോ ഒന്നുമില്ല. ഓളോടൊന്ന് വരുമ്പോ എന്താ വേണ്ടത് എന്ന് ചോദിക്കണില്ല. വല്ലാത്തൊരു കാര്യമായി.
ഓളോളെ വീട്ടിൽ നിന്ന് വരുമ്പോ എന്താ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കണില്ല. ഇതെന്താ അവിടുന്ന് ഓർഡർ എടുത്തിട്ട് കണ്ടെയ്നറിൽ കയറ്റി വിടർക്ക്. അവൾ എന്നോടൊന്നും പരിഗണിക്കണില്ല. അവളോട് എന്നോട് ഇഷ്ടക്കുറവുണ്ട്. പറഞ്ഞു തീർക്കാൻ പറ്റുന്ന, ഒന്ന് ചർച്ച ചെയ്തിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ, നിസ്സാരമായ പ്രശ്നം. എനിക്ക് ത്വലാഖേ വേണ്ട, വേറൊന്നും വേണ്ട, ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോകില്ല. പിടിച്ച വാശി, ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ത്വലാഖിന്റെ പിന്നാലെ ഓടുന്നവർ. അല്ലാഹുവിന്റെ അടുക്കൽ ഏറെ ദേഷ്യമുള്ള, അനുവദിക്കപ്പെട്ട ഒരു കാര്യം, ഏറെ ദേഷ്യമാണ് അല്ലാഹുവിന്. പക്ഷേ ഹലാലാക്കണം, ഹറാമാക്കി കൂടാ. കാരണം വാഹനത്തിന് ഒരു എമർജൻസി എക്സിറ്റ് ഉണ്ടാകും. എന്തെങ്കിലും അപകടം വന്നാൽ എടുത്ത് ചാടാൻ ഒരു ബാക്കിൽ ഒരു എമർജൻസി എക്സിറ്റ് ഉണ്ടാവൂലേ, അത് വേണല്ലോ. എന്ന നിലയ്ക്ക് ദീനിന്റെ ലോജിക്കായിട്ടുള്ള നിയമാണത്. വല്ലാതെ പ്രയാസം എന്ന് ഒരു നിലക്കുത് യോജിച്ചു പോകൂലെന്ന് കാണുമ്പോ ഇതിനെന്നും പേറണം എന്ന് പറഞ്ഞാൽ അതൊരു യോജിക്കണ നിയമല്ലല്ലോ. അപ്പൊ ഒന്ന് എടുത്ത് മാറ്റിയേക്കേണ്ടി വരും. അത് ഖൈറാണ്, അതായിരിക്കും രണ്ടുപേർക്കും ഖൈർ. ഇണയ ഒത്തത് വേറെ ആയിരിക്കും, ഇയാൾക്ക് വേറെ ആയിരിക്കും. നല്ലൊരു ജീവിതം രണ്ടാൾക്കും വേറെ കിട്ടേണ്ടി വരും. അത് അല്ലാഹുവിന്റെ ഖലാ. അപ്പൊരു എമർജൻസി എക്സിറ്റ് വേണ്ടി വരും അല്ലേ, അത് സ്വാഭാവികമാണ്. അങ്ങനെ ഒന്നല്ലാതെ തോന്നിയതിനും തോണ്ടിയതിനും അനങ്ങുമ്പോഴേക്ക് ത്വലാഖിലേക്ക് എത്തുന്ന ഒരു കാലം. ഒരുത്തൻ പറഞ്ഞത് എന്താണ്? ഒരുത്തിന്റെ കാരണം അച്ചങ്ങായി ഒരു പഞ്ചനാണ്, ഡ്രൈവിംഗ് ഒന്നും അറിയില്ല. ഡ്രൈവിംഗ് അറിയണം, ഡ്രൈവർ ഡ്രൈവിംഗ് അറിയില്ല, പോയി. ഓൻ എവിടേക്കും എന്നെ കൊണ്ടുപോണില്ല, എവിടേക്കും കറങ്ങാൻ കൊണ്ടുപോണില്ല. കറക്കാൻ ചക്കുങ്കൽ കറങ്ങാന്ന് പറഞ്ഞൊരു കറക്കുണ്ട്, പണ്ട് ഇവിടെ ഉണ്ടോ അറിയില്ല അല്ലെ, അറിയോ? ചക്കുങ്കൽ കറങ്ങുന്നില്ലേ? എന്ത് കറക്കാണാവോ ഉദ്ദേശിച്ചത്? കറങ്ങാൻ കൊണ്ടുപോണില്ല. ത്വലാഖാണ് വേണ്ടത്. അല്ലാഹു ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. കസറത്തു ത്വലാഖ് സംഭവിക്കും ഖിയാമത്ത് നാളാകുമ്പോൾ. ഹബീബുനാ വ സയ്യിദുനാ റസൂലുള്ളാഹ് ളുഹൂറുൽ ഖാസിയാത്തിൽ ആരിയാത്ത്. അവസാന കാലമാകുമ്പോ അതാ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയുന്ന രൂപത്തില് അതേ ശരീരത്തിന്റെ ഭംഗികൾ വെളിവാക്കിയിട്ട് അതേ അതിന്റെ വണ്ണവും വലിപ്പവും മനസ്സിലാകും വിധത്തിൽ വെളിവാക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചിട്ട് ഇറങ്ങുന്ന പെണ്ണുങ്ങൾ വർദ്ധിക്കുന്നതാ. ഹബീബുനാ റസൂലുള്ളാഹ് ഇവിടെയുണ്ടോന്നറിയൂല. മംഗലാപുരം ഭാഗങ്ങള് ഈ നാടൊക്കെ ദീനിയായ ഏറെ മുന്നേറ്റമുള്ളവരാണ്. മഹാനായ ഔലിയാവിന്റെ തർബിയത്തോടെ കഴിയുന്ന നാടുകളാണ്. ഇവിടുത്തെ മംഗലപ്പുരകൾ, കല്യാണ രാവുകൾ എങ്ങനെയാണെന്ന് എനിക്കറിയൂല. ഇന്ന് നാട്ടിൽ കണ്ടുവരുന്ന കാഴ്ചകൾ സുബ്ഹാനല്ലാഹ് ഈ ഉമ്മത്തിനെ ലജ്ജിപ്പിക്കുന്നതാണ്. മുസ്ലിമീങ്ങളെ വീട്ടിൽ നടക്കുന്ന പേക്കൂത്തോളം തോന്നിവാസത്തോളം നടക്കുന്നത് വേറെ ഇല്ലല്ലോ. എല്ലാ വൃത്തികേടിലും ഈ ഉമ്മത്ത് മുമ്പിലെത്തിപ്പോയി. മാറുമറക്കാതെ തലമറക്കാതെ അന്യപുരുഷന്മാരെ മുമ്പിൽ ശരീരത്തിന്റെ ഭാഗങ്ങൾ വെളിവാക്കി സ്റ്റേജിൽ കയറിയിട്ട് ഇരുന്നിട്ട് പുതുനാരിയും പുതുമാരനും ആരാന്റെ മുമ്പിൽ ഫോട്ടോക്ക് പോസ് ചെയ്യുകയാണ്. കയറി വരുന്ന അന്യപുരുഷൻക്ക് ഹഗ് ചെയ്യാനും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനും മടിയില്ലാത്ത ഉളുപ്പില്ലാത്ത പെണ്ണ് വർഗങ്ങളെ വർദ്ധിച്ചുപോയി, പുരുഷന്മാര് വർദ്ധിച്ചുപോയി. ഇതാ വരുന്ന ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണ്. പ്രേമ കാമുകിമാര് കാമുകന്മാര് തമ്മിൽ ഹഗ് ചെയ്യാനും പരസ്പരം ചുംബനം നടത്താനും സ്നേഹങ്ങൾ കൈമാറാനും അതുപോലെ ചോക്ലേറ്റുകളും മിഠായികളും പൂവുകള് പല നേരക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ കാത്തിരിക്കുകയാണ്. അതിനും ഈ ഉമ്മത്ത് മുമ്പിലുണ്ടാകും. തോന്നിവാസത്തിന് മുഴുവനും മുമ്പിലാണ്. ഫസാദ് വർദ്ധിക്കുകയാണ്, ഷർറ് വർദ്ധിക്കുകയാണ്. എന്താണ് വാലന്റൈൻസ് ഡേ? ബിഷപ്പ് വാലന്റൈൻ എന്ന ചങ്ങായി റോമിന്റെ ചക്രവർത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചവൻ. ആയിരങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ആ മനുഷ്യൻ ഉണ്ടാക്കിയ ഒന്നാണ്. അതേ കുടുംബമായ ജീവിതത്തിലൂടെ നല്ല സൗഹൃദത്തോടുകൂടെ കഴിയുന്ന ഒരു ജനത അവരെ യുദ്ധത്തിന് കിട്ടുന്നില്ല. പ്രയാസങ്ങൾ സൃഷ്ടിക്കാൻ നാട്ടിൽ മുറ
മുറവിളി കൂട്ടാൻ, അവർക്ക് വേണ്ടി ഓശാന പാടാൻ, കുടുംബജീവിതം നയിക്കുന്നവരെ കിട്ടാതെ വന്നപ്പോ അവൻ കണ്ട ഒരു പോളിസിയാണ്, ഇവർക്ക് ഏത് പെണ്ണിനെയാണോ വേണ്ടത് ആ പെണ്ണിനെ കൊടുക്കാമെന്ന്, ഏത് പെണ്ണിനെ വേണോ ആ പെണ്ണിനെ സ്വീകരിക്കാമെന്ന്. അവരുമായി ഇഷ്ടത്തിനാകാം, പ്രണയത്തിനാകാം, കാമുകന്മാരായി നടക്കാമെന്നൊരു പോളിസി. അതിലേക്കും ആളെ കിട്ടി. എന്തിനും ആളെ കിട്ടുമല്ലോ ഇന്നത്തെ കാലവും. അന്നും അങ്ങനെ തന്നെ പുതിയൊരു പ്രസ്ഥാനമായി വന്നവനാണ്, അതിനും ആളെ കിട്ടിപ്പോയി. ഇതറിഞ്ഞ രാജാവ് ജയിലിലടച്ചു ഇയാളെ, ഈ ബിഷപ്പിനെ ജയിലിലടച്ചു. ജയിലിലടച്ചപ്പോൾ ജയിൽ വാർഡന്റെ മകളെയും ഇയാൾ ലൈനാക്കി. ജയിലിൽ വാർഡന്റെയും മകളെയും ഇയാൾ ലൈനിൽ കൊണ്ടുവന്ന് അയാളെയാ പിന്നെ അവളെയാ മകൾ കാമുകിയാക്കി പിന്നെ സ്വീകരിച്ചത്. ഇതറിഞ്ഞപ്പോൾ രാജാവ് ആ ബിഷപ്പിന്റെ തല വെട്ടിക്കളഞ്ഞു. അത് ഫെബ്രുവരി 14-നായിരുന്നു. അതുകൊണ്ട് ഇനി ഫെബ്രുവരി 14 എപ്പ വരുന്നോ അന്നെല്ലാം കാമുകന്മാർക്ക് പരസ്പരം സ്നേഹം പങ്കിടാൻ പരസ്യമായി ലജ്ജയില്ലാതെ തോന്നിവാസികളെ പോലെ എല്ലാം മറന്നിട്ട് ജനമധ്യത്തിൽ വെച്ചിട്ട് അതേ എല്ലാ പേക്കൂത്തുകൾക്കും ലൈസൻസാണ്. ഓ എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, അനുകൂലിക്കല്ലേ, അതിന്റെ ആളുകളാകല്ലേ. ഹയാ നഷ്ടപ്പെട്ടു പോകും, ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഹയാ നഷ്ടപ്പെട്ടു പോകുന്നതാണ്, ലജ്ജ എടുത്തു കളയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും അതിൽ വന്നു പോകരുത്. അച്ചടക്കമുള്ളവരായി മാറണം, നല്ല വിനയമുള്ളവരായി മാറണം, അതവുള്ളവരായി മാറണം, ആരെയും ബഹുമാനിക്കുന്നവരാകണം. ലജ്ജ എന്നുള്ളത് പെണ്ണേ നിങ്ങളുടെ ഒരു പോളിസിയാണ്, ഏറ്റവും വലിയ മുഖമുദ്രയാണ്, നിങ്ങളെ ഏറ്റവും വലിയ ഐഡന്റിറ്റിയാണ്. ഈ ഉറൂസിലേക്ക് വരുമ്പോൾ 2 പാർട്ടീഷനാക്കിയിട്ടുണ്ട് വഴി. ഞാൻ വരുമ്പോൾ ശ്രദ്ധിച്ച് 2 പാർട്ടീഷനാക്കിയിട്ടുണ്ട്. വലതും ഇടതും നടുവിലൂടെ ഒരു വരിയെ കെട്ടിയിട്ടുണ്ട്. അതെന്തിനാണ്? 2 ഭാഗങ്ങളിലായി ആണും പെണ്ണും നടക്കാനാണ്. ഉറൂസിന്റെ പേരിലും ഇടകലരുതേ. അള്ളാന്റെ ദീന് വെളിവാക്കൽ പറഞ്ഞിട്ടതിനെതിരായി ഒരു കർമ്മവും ഒരു പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ വന്നു പോകരുത്. സ്ത്രീകൾ എതിലെ പോകണമെന്നാണോ തീരുമാനിച്ചത്, വഴിവിട്ടത്, അതിലൂടെ അച്ചടക്കത്തോടെ ഒതുങ്ങിയിട്ട് പോകണം. പരന്നിട്ട് നടക്കരുത്, നടക്കരുത്. പുരുഷന്മാര് ബുദ്ധിമുട്ടാകും വിധത്തിലാകരുത്. പുരുഷന്മാര് സ്ത്രീകളുടെ വഴിയിൽ കടക്കരുത്. അല്ല, അച്ചടക്കത്തോടെ ഹയാഓടുകൂടെ നടക്കാൻ കഴിയണോ. എപ്പോഴും തന്റെ ശരീരത്തിന്റെ വണ്ണവും വലിപ്പവും ആരും കാണരുത് എന്നുള്ള ചിന്ത വേണോ. ഫാത്തിമ ഉമ്മയെ അറിയൂലേ? ആ ഉമ്മ എത്ര വലിയ സ്ഥാനത്താ, സ്വർഗീയ റാണികളിലെ രാജാവാ, രാജ്ഞിയാ. എത്ര വലിയ ലജ്ജയോടെ ജീവിച്ചവരാ. അല്ലാ വഫാത്തിനോടടുത്തപ്പോഴും വസിയ്യത്ത് ചെയ്തത് അസ്മാ, എന്റെ ശരീരം മരണപ്പെട്ടു കഴിഞ്ഞാൽ മറവ് ചെയ്യേണ്ടത് രാത്രിയാണ്. മറവ് ചെയ്യുന്ന വിഷയത്തിൽ ഫിഖ്ഹിന്റെ മസ്അല രാത്രിയേക്കാൾ അഫ്ളൽ പകല് എന്നാണ്. പക്ഷേ എന്റെ ശരീരത്തിന്റെ വണ്ണവും വലിപ്പവും പകല് പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോ പകൽ വെളിച്ചത്തിൽ മറ്റുള്ളവരെ കണ്ടാലോ. അതുകൊണ്ട് ഫാത്തിമാന്റെ ശരീരം ഖബറിലേക്ക് വെക്കേണ്ടത് രാത്രിയാകണേ. എന്തൊരു ദീനാണ്, എന്തൊരു ഹയാണ്. ഓ എന്റെ ഉമ്മമാരെ, അതുപോലെ ഒരു ദീന് വേണം, അതുപോലെ ഒരു അച്ചടക്കം വേണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ നമുക്ക് റോൾ മോഡലാ, നമുക്ക് നേതൃത്വങ്ങളാ. അവർ നമ്മളെ പഠിപ്പിച്ച പാഠങ്ങളേറെയാ. അന്യ പുരുഷന്മാരോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് അവര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.
അന്യപുരുഷന്മാരുമായി ഇടപെടേണ്ടത് എങ്ങനെയാണ് അവര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കണ്ണ് കാണാത്ത ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്നപ്പോ അതിലേക്ക് എത്തി നോക്കിയ മൈമൂന ബീവി അല്ലാഹുവിന്റെ ഹബീബ് മാറ്റി നിർത്തുകയാ. കണ്ണ് കാണാത്ത ആളല്ലേ നബിയേ, കണ്ണ് കാണാത്ത ആളല്ലേ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചു ചോദിച്ചു, ഓ പെണ്ണേ, ഇബ്നു ഉമ്മി മക്തൂമിനല്ലേ കണ്ണ് കാണാത്തത്? നിങ്ങൾക്ക് കണ്ണിന് കാഴ്ച കുറവില്ലല്ലോ, അതുകൊണ്ട് കണ്ണ് കാണാത്ത ആളായാൽ പോലും അന്യ പുരുഷനെ നോക്കല്ലേ. ഹയാ നഷ്ടപ്പെട്ടു പോയി. ഇന്ന് വീട്ടിൽ കയറി വരുന്നവരൊക്കെ സ്വന്തക്കാരാ, കച്ചവടക്കാര് സ്വന്തക്കാരാ, ഓട്ടോക്കാര് സ്വന്തക്കാരാ, കുറി പൈസ വാങ്ങാൻ വരുന്നവര് സ്വന്തക്കാരാ, നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്നവര് സ്വന്തക്കാരാ. എല്ലാവരോടും ലാവിഷായി സംസാരമാണ്. ശരീരം മറക്കാതെ ചെന്ന് ഇടപെടുകയാണ്. പെണ്ണിന്റെ സ്ഥാനത്ത് നിൽക്കാതെ വന്നപ്പോ, അള്ളാന്റെ ദീന് വിലക്കിയത് മറികടന്നപ്പോ, ഹയാ നഷ്ടപ്പെട്ടപ്പോ കുടുംബം തകർന്നുപോയി. കഴിഞ്ഞ ദിവസം കണ്ട വാർത്തയാണ് ഭാര്യയുടെ അനിയത്തിയുമായിട്ട് ഒളിച്ചോടിയ ചങ്ങായിന്റെ കഥ. ആ പെരേക്ക് ഇനി എങ്ങനെ തിരിച്ചു വരല്? ആ ചങ്ങായി എങ്ങനെ ഇനി പോകല്? ഭാര്യയുടെ അനിയത്തി കാണാൻ പറ്റോ, തൊടാൻ പറ്റോ, സംസാരിക്കാൻ പറ്റോ? ആർക്കറിയാം. കല്യാണം കഴിഞ്ഞ് ഭാര്യയും കൊണ്ടുപോകും. എന്നാ ഇവളെയും കൂടെ നാക്കി കൊടുത്താളി. എന്നാ ഭാര്യന്റെ അനിയത്തിനും ബാക്കിൽ സൈക്കിളിന്റെ ബാക്കിൽ എത്തിയിട്ട് കൊണ്ടുപോകും. പച്ച ഹറാമല്ലേ? ഭാര്യന്റെ ഉമ്മ ഹലാലാണ്. ഭാര്യന്റെ ഉമ്മന്റെ അനിയത്തിമാരെങ്ങനെ ഹലാലാകാനാണ്? ദീനിന്റെ നിയമം അറിയില്ല. അവന്റെ ലജ്ജയും നഷ്ടപ്പെട്ടു പോയി. ലജ്ജ നഷ്ടപ്പെട്ട് ദീന് കുറഞ്ഞു പോയി. ഇത് ഖിയാമത്ത് നാളിന്റെ അലാമത്താണെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ഒരു തെറ്റ് ചെയ്യാൻ നാണക്കേട് വേണം. തെറ്റ് ചെയ്താൽ ഒരു വിഷമം വേണം. തെറ്റ് ചെയ്താൽ ഒരു മനസ്സിലൊരു ദുഃഖമെങ്കിലും വരണം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയ ലജ്ജയുള്ള ആളായിരുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൈ കൊടുത്തു ബൈഅത്ത് ചെയ്തു.